ഹേ ഗായ്സ്, എൻ്റെ പേര് റോബിൻ ലോറൻസ്. നമ്മുടെ ചാനലിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റുകളിലൊന്നായ ബുക്ക് റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ സംസ്കാരം, ഭാരത സംസ്കാരം ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും മിത്തുകളും ഇതിഹാസങ്ങളും ഒക്കെ നിറഞ്ഞ സംഭവങ്ങളാണ് അല്ലേ. ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ മിത്തോളജി എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവമാണ്. നമ്മൾ അതിനെപ്പറ്റി വായിക്കുകയോ അന്വേഷിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എൻ്റെ കടലിൻ്റെ സൈഡിൽ ചെന്ന് സ്പൂണിൽ വെള്ളം കോരുന്ന തൊട്ടാണ്. അതായത് വായിച്ചാലും തീരാത്തത്ര കഥകളും ഒരുപാട് കാര്യങ്ങളുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ മിത്തോളജിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, അവരുടെ കഥകൾ, അങ്ങനത്തെ സംഭവങ്ങൾ. അതിപ്പം ഇന്ത്യൻ മിത്തോളജി മാത്രമല്ല, ഗ്രീക്ക്, നോഴ്സ്, അങ്ങനത്തെ ഒരുപാട് കഥകൾ, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളതാണ്. അപ്പം നമുക്കറിയാം ഏതൊരു കഥയാണേലും അത് നായകൻ്റെ പക്ഷത്ത് നിന്നായിരിക്കും പറയുന്നത്. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. ഏതൊരു കഥയാണേലും നമ്മൾ പോലും വായിക്കുന്നവർ പോലും നായകൻ്റെ പക്ഷത്ത് നിന്നേ ചിന്തിക്കാറുള്ളൂ. പക്ഷേ എപ്പോഴേലും നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്യാരക്ടർ അല്ല വില്ലനോട് സഹതാപം തോന്നിയിട്ടുണ്ടോ? ഇച്ചിരി അനുകമ്പ തോന്നിയിട്ടുണ്ടോ? അവൻ 1000 ആളുകളെ കൊല്ലുമായിരിക്കും, പക്ഷേ അതിനുണ്ടായ കാരണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കേണ്ട ഒരു ബുക്കാണ് നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഐ ആം പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസിങ് അസുര. ആനന്ദ് നീലകണ്ഠൻ എന്ന് പറയുന്ന ഒരു റൈറ്ററുണ്ട്, ഒരു ഇന്ത്യൻ റൈറ്ററാണ്. പുള്ളി കുറച്ച് ബുക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ത്യൻ മിത്തോളജിയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ബുക്കുകളാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും എല്ലാത്തിലും നായകന്മാരാണ്, കഥകളിലെ നായകന്മാർ തന്നെയല്ലേ. പക്ഷെ പുള്ളി ഇതിലെ പ്രതിനായകന്മാരുടെ കഥയെന്ന് പറയുന്നത്, അതായത് തൻ്റെ വശത്ത് ശരിയുണ്ടായിരുന്നിട്ടും നായകനാൽ വധിക്കപ്പെടേണ്ടി വന്നവരുടെ കഥ. അങ്ങനെ ഒരു ബുക്കാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് ബുക്ക്, കണ്ടോ? അസുര, ടെയിൽ ഓഫ് ദ വാൻകിഷ്ഡ്. ഇത് എൻ്റെ കയ്യിൽ വളരെ ആക്സിഡൻ്റലായിട്ട് വന്നു കേട്ട ബുക്കാണ്. ഇത് വായിക്കണമെന്ന് വിചാരിച്ചിരുന്നതേ അല്ല. എൻ്റെ ഡിഗ്രിയുടെ പ്രൊജക്റ്റിന് വേണ്ടി ആദ്യം ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നു ഈ ബുക്കിൻ്റെ. അങ്ങനെയാണ് ഇത് വാങ്ങിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും പുസ്തകം വായിക്കാൻ വയ്യാത്തോട്ട് ആ ഒരു പ്രൊജക്റ്റ് അവിടെ വെച്ച് ഫ്ലോപ്പായി, വേറെ ഒരു ടീം എടുത്ത് ചെയ്തു പോയി. സോ ഈ ഒരു ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ പറയുന്നത് രാവണൻ്റെ കഥയാണ്. അതെ, രാവണൻ. ആരാണ് രാവണൻ? 10 തലയുള്ള സീതയെ തട്ടിക്കൊണ്ടുപോയ രാവണൻ അല്ലേ. രാമൻ്റെ ഭാര്യയെ അപഹരിച്ചുകൊണ്ട് ലങ്കയിൽ കൊണ്ടുപോയി മഹായുദ്ധം തന്നെ ഉണ്ടാക്കിയ രാവണൻ. പക്ഷെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ, രാവണൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു? രാവണൻ എന്തിനാണ് സീതയെ തട്ടിക്കൊണ്ടുപോയത്? കല്യാണം കഴിക്കാൻ വേണ്ടി മാത്രമായിരുന്നു രാവണൻ തട്ടിക്കൊണ്ടുപോയത്. ഒന്ന് ചിന്തിച്ചു നോക്കേ, ശരിയല്ലേ? രാവണൻ സീതയെ കൊണ്ടുപോയത്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് ഇല്ലേ, രാവണൻ, സീത, രാമൻ, അതിനെല്ലാം മാറ്റിമറിക്കുന്ന ഒരു ബുക്കാണിത് അസുര എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് ദേവന്മാരാൽ ചവിട്ടി മതയ്ക്കപ്പെട്ട അസുരന്മാരുടെ കഥയാണ്. ദേവഗണത്താൽ പുറന്തള്ളപ്പെട്ട അസുരന്മാർ, ദേവന്മാരാൽ ഡിസ്ക്രിമിനേഷൻ നേരിട്ട ഒരു ജനത. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസുരന്മാരെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള രീതിയിലൊന്നുമല്ല. അവരൊരു സമൂഹത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഒരു മനുഷ്യരായിട്ടാണ് ഈ റൈറ്റർ ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് അസുരൻ എന്ന് പറയുന്നത് ഒരു താഴ്ന്ന ജാതിയായിട്ടാണ് ഇതിൽ കാണിച്ചേക്കുന്നത്. ദേവനെന്ന് പറയുന്നത് ഉയർന്ന ജാതി. തങ്ങളെക്കാൾ കൂടുതൽ കഴിവുണ്ടായിരുന്നിട്ട് പോലും സമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരു ജനതയെക്കുറിച്ചാണ് ഈ ടെക്സ്റ്റിൽ, അസുരയിൽ ആനന്ദ് നീലകണ്ഠൻ പറയുന്നത്. ഇതിൽ രാവണൻ്റെ ഒരു ഉത്ഭവം, രാവണൻ്റെ കുടുംബം, രാവണൻ്റെ പെർസ്പെക്റ്റീവ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക. അന്നത്തെ കാലത്ത് മിത്ത് അനുസരിച്ചാണെങ്കിൽ ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു പട്ടണം, ഒരു കടലിൻ്റെ നടുക്കൊരു പട്ടണം, അതും സ്വർണം കൊണ്ട്, അങ്ങനെ കൊണ്ടെത്തിക്കണമെങ്കിൽ രാവണൻ നല്ലൊരു രാജാവായിരുന്നിരിക്കില്ലേ? അതേപോലെ തന്നെ രാവണൻ്റെ അന്നത്തെ കാലത്തെ ജീവിതം, അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ പൊന്നെ പറയാതിരിക്കാൻ പറ്റില്ല. ഇമാതിരി ഒരു ബുക്ക് വേറെ ഇല്ല കേട്ടാ. അതേപോലെ ഇതേ സീരീസ് കുറേ ബുക്ക് പുള്ളിക്കാരൻ റിലീസ് ചെയ്തിട്ടുണ്ട് ആനന്ദ് നീലകണ്ഠൻ. ഇമാതിരി ഒരു നറേറ്റീവ് നമുക്ക് വേറെ വായിക്കാൻ പറ്റില്ല. അതായത് ഇവിടെ രാവണൻ ഒരസുരനാണ്,
അസുരൻ എന്ന് പറയുന്നത് ഒരു ജാതിയാണ്, വിവേചനങ്ങൾ നേരിട്ടൊരു ജാതി. അതായത് ഇതിനകത്ത് പറഞ്ഞു വച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും വിവേചനം സഹിക്കവയ്യാതെ ശ്രീലങ്കയിൽ പോയി പാർത്ത രാവണനെ കുറിച്ചാണ്. അതായത് ഒന്നാലോചിച്ച് നോക്കേ, ഇവിടെ ജീവിക്കാൻ പറ്റാതെ രക്ഷപ്പെട്ട് ലങ്കയിൽ പോയി താൻ പോയ ആ രാജ്യത്തെ പൊന്നുകൊണ്ട് പടുത്തുയർത്തിയ ഒരു നായകൻ. അങ്ങനെയാണ് രാവണനെ ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഈ ബുക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കിടില സ്റ്റോറി ലൈനാണ്, നമ്മൾ ആരും ചിന്തിക്കാത്തൊരു പെർസ്പെക്റ്റീവാണ്. അതായത് രണ്ടാവഴത്തി ഫീവനെ നമ്മൾ കാണുന്നില്ലേ, അതേ കൂട്ട് തന്നെയാണ് ഇതിൽ രാവണനെ കാണിച്ചിരിക്കുന്നത്. നായകനാൽ, അതായത് മെയിൻ ക്യാരക്ടറാൽ മാറ്റി നിർത്തപ്പെട്ടു പോയ ഏറ്റവും നല്ലവനായ ഒരു ക്യാരക്ടർ, ആ ഒരു രീതിയിലാണ് പുള്ളിക്കാരൻ രാവണനെ ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ നല്ല പുസ്തകമാണ്. അതായത് മിതോളജിയൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വായിച്ചിരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. പിന്നെ ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് പല ഡൗട്ടുകളും ഉണ്ടാവും, അതിലൊന്നും പ്രോപ്പറായിട്ടുള്ള ക്ലാരിഫിക്കേഷൻ എങ്ങും ഉണ്ടാകുന്നില്ല. ആ ഒരു പ്രശ്നമുണ്ട്. അതായത് നമ്മൾ ഇതിഹാസം രാമായണം വായിക്കുമ്പം പറയുന്ന കാര്യം ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. അതൊക്കെ വായിക്കുന്ന ആളെ യുക്തിയാണ് എങ്ങനെ എടുക്കണമെന്നുള്ളത്. സോ നിങ്ങൾ ഇങ്ങനത്തെ ടെസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതായത് ഇങ്ങനെ മിത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കേണ്ട ഒരു സാധനമാണ് അസുര എന്ന് പറയുന്ന ഈ ബുക്ക്. കിടില സാധനമാണ്. ഇതെത്ര ഒരു 500 പേജിൻ്റെ അകത്തേ വരുന്നുള്ളൂ. ഇംഗ്ലീഷിലാണ്, നല്ല റൈറ്റിംഗ് രീതിയാണ് പോയേക്കുന്നത്. അതായത് കടുകട്ടി സാധനങ്ങളൊന്നുമില്ല, വായിക്കുന്ന മീഡിയം ഇംഗ്ലീഷ് അറിയാൻ ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് പോയേക്കുന്നത്. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു ബുക്കാണ്. നല്ല രസമാണ് വായിച്ചിരിക്കാൻ, സമയം പോകുന്നത് അറിയില്ല. അതുകൊണ്ട് പുതിയ പുതിയ പെർസ്പെക്റ്റീവ് തരികയും ചെയ്യും. അപ്പം വായിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. ഓൺലൈനിലും ഓഫ്ലൈനിലും അവൈലബിൾ ആണ്. ലൈബ്രറീസ് അധികം അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. മലയാളം ട്രാൻസ്ലേഷനും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ലായിരുന്നു. സോ പറ്റുന്നവരൊക്കെ വായിക്കുക. പുതിയൊരു രാവണനെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.